നോക്ക് ഇവര് കൊണ്ടുവന്ന മാക്സിയൊക്കെ നല്ല തുണിയാണ് കേട്ടോ. എനിക്ക് ഇതുവരെ ഇത്ര നല്ലത് കിട്ടിയിട്ടേ ഇല്ല. ഒക്കെ അങ്ങ് വെള്ളത്തിലിടുമ്പോഴത്തേക്കും കളറങ്ങ് ഇളകി പോകുമായിരുന്നു. മോളെ നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ എടുത്തോ. അതമ്മ എനിക്ക് വേണ്ട. എന്നാ വേണ്ടെങ്കിൽ മോൾ ഇടണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കണം വിചാരിക്കുക. അന്ന് ആ സ്ത്രീ വന്നിട്ട് പോയില്ലേ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് മാക്സി? അവര് വന്ന് പോയ തുടങ്ങി മോളുടെ മുഖം ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നത്. അവരൊന്ന് മോളെ വിളിച്ചപ്പോഴെന്ത് തോന്നി? മോളുടെ അമ്മനെ കാണാൻ തോന്നിയോ? അതൊന്നല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ മോളെ വീട് കണ്ണൂരാണെന്നല്ലേ പറഞ്ഞ്? മോളൊന്ന് അഡ്രസ്സ് ഇതാ, എവിടെയാണെങ്കിൽ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. മോളെ അച്ഛനും അമ്മയും നാട്ടിലില്ലേ, ഓസ്ട്രേലിയയിലാണ്. ശരിയാണ്. ഒരു കുടുംബക്കാരുണ്ടാവില്ലേ അവിടെ? അപ്പൊ ഞങ്ങൾ അവരോട് കണ്ടു സംസാരിച്ച് ഇടയ്ക്ക് അവർക്ക് വരാണ് ഇങ്ങോട്ടേക്കും വരാം. മോൾക്കൊന്ന് അവരെ കാണാൻ അങ്ങോട്ടേക്കും പോകാം. അപ്പൊ നിനക്കൊരു സമാധാനമായില്ലേ മോളെ? അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഒന്നാമത് എന്റെ പാരന്റ്സ് ഇവിടെ ഇല്ലല്ലോ, പിന്നെ ബന്ധുക്കളല്ലേ ഉള്ളത്. അവരെ പോയി കണ്ടിട്ട് എന്തിനാ? അതിന്റെ ഒന്നും കാര്യമില്ല. അല്ലെങ്കിലും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമൊന്നുമില്ല നമ്മൾ പോണതൊന്നും. മോളെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അന്ന് ചേച്ചിയോട് മാക്സി വെക്കാൻ വന്ന് പോയപ്പോ തുടങ്ങിയതാണല്ലോ നിന്റെ മുഖം ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നത്. എന്തേ? അവര് അമ്മയെ വിളിച്ചപ്പോൾ നിനക്ക് ടെൻഷനായോ? മോളെ അച്ഛനും അമ്മനെ കാണാൻ തോന്നിയോ? അതല്ല മോളെ, ഈ മാക്സി ഇങ്ങനെ കാണുമ്പോഴേ ആ തുണി വെക്കാൻ വന്നില്ല ഈ അമ്മന്റെ ഓർമ്മ തന്നെ എനിക്ക് വരിക. പാവം തന്നെ അല്ലേ? എന്തുമാത്രം ഇവിടുന്ന് കരഞ്ഞിട്ടാ പോയത്. പെൺമക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ. പക്ഷെ എനിക്ക് പെൺകുട്ടിയൊന്നുമില്ല. മോള് വന്നപ്പോഴേ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് കാരണം എനിക്ക് വല്ലാത്തൊരു വിഷമം. അവരെന്തിനായിരിക്കും കരഞ്ഞത്? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ മോളെ പോലെ തന്നെയാണ് മോളെ കണ്ടപ്പോൾ തോന്നിയെന്നുള്ളത്. എന്തായാലേ ഇത്ര നല്ല മക്കളിനെയൊക്കെ വളർത്തി വലുതാക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കണ്. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുക, എന്നിട്ട് അച്ഛനും അമ്മനെയും ഉപേക്ഷിക്കുക, അവരെ വിളിക്കാണ്ടും പറയാണ്ടും ഒക്കെ ഇരിക്കുക. ആ കുട്ടിക്ക് ശരിക്കും ഒന്നും ഓർത്താ പോരെ? ആ വീട് പണയം വെച്ചിട്ടല്ലേ അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാലും മാതാപിതാക്കളോട് ഇത്രമാത്രം ചതി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ മോളെ? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഈ കുട്ടിക്ക് എന്തേ പറ്റി? ഇവളിങ്ങനെയൊന്നും അല്ലാലോ. എന്തായിരിക്കും? ഒരു പിടുത്തമില്ല എനിക്ക്. ഞാൻ എന്തായാലും അവരെ വിളിക്കട്ടെ. കുറച്ച് മാക്സി വേണം പറയട്ടെ. ഞാൻ അവരെ വിളിച്ചിട്ട് എനിക്കൊരു 5-6 മാക്സി കൊണ്ടുവരാൻ പറയട്ടെ. അതുമല്ല എനിക്കെന്നാൽ അവർ പോയ പിന്നെ ഒരു മനസ്സമാധാനമില്ല. ഈ കുട്ടിൻ്റെ മുഖം ഇങ്ങനെ വാടി നിൽക്കുന്നു. എന്താണെന്നൊന്നും അറിയാനും ഒരു വഴിയില്ല. എന്തായാലും അവർ ഒരിക്കൽ കൂടി വരാൻ പറയട്ടെ. ഹലോ. അതെ, നിങ്ങൾ അതെനിക്ക് മാക്സി കൊണ്ടുവന്നില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച? ആ വീട്ടിൽ നിന്നാണ്. എന്നിട്ട് നമ്പർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരു നമ്പർ മാക്സി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ മോളെ പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ടൊരു കുട്ടിനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ മോളെ കണ്ടിട്ട്. ആ വീട്ടിലേക്കാണേ. അതന്നെ. നല്ല മാക്സി ഉണ്ടോ കയ്യില്? നിങ്ങൾ 5-8 മാക്സി ആയിട്ട് ഒന്ന് ഇങ്ങോട്ട് വരുമോ? ശരി എന്നാ ശരി. ആ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ എടുത്താൽ മതി. അങ്ങനെ ഇന്നതാണെന്നൊന്നും ഇല്ല. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ തുണി കൊണ്ട്, അപ്പം നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ആയിക്കോട്ടെ. നീ അമ്മ എന്താ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ദൈവമേ, എന്തെങ്കിലും സംശയം ഉണ്ടാവും. നീ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. പേടിയാണെന്ന് മനുഷ്യൻ. നാട്ടിൽ എത്ര മാക്സി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഫോൺ ചെയ്തിട്ട് വിളിച്ചു ചോദിക്കും. എന്തോ പ്രശ്നമുണ്ട്. എന്താ മോളെ, കറിയൊക്കെ ആയോ അടുക്കളയിലെ? അമ്മേ, ചോറും കറിയൊക്കെ ആയി. ഞാൻ ആ ചേച്ചിനെ ഒന്ന് വിളിച്ചാണ് മാക്സി കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അമ്മയ്ക്ക് മാക്സി 5-6 ഇനി ഉത്സവമൊക്കെ അല്ലേ വരുന്നത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഞാൻ അവരിങ്ങോട്ട് വരാൻ പറഞ്ഞു മോളെ. അമ്മയ്ക്ക് പുറത്തു പോയി ഇതിനെയും വെച്ച് നല്ല മാക്സികളൊക്കെ കിട്ടും. പാവം, അവർക്കൊരു ഉപകാരമായില്ലേ. പിന്നെ മാക്സിന്റെ പൈസയും കൊടുക്കാം, വേറെ എന്തെങ്കിലും ചെറുതായിട്ടൊരു സഹായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊരു സമാധാനം ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനും മോനോട് കാർ എടുത്തങ്ങ് പോകാന്ന് വിചാരിച്ചതാ. പക്ഷെ കറക്റ്റ് അഡ്രസ് അറിയില്ലാലോ, പിന്നെ എവിടെ പോയിട്ട് അന്വേഷിക്കുക. ഇത് കേട്ടത് അവളങ്ങോട്ട് പോയല്ലോ. എന്തോ ഇതിലൊരു കാര്യമുണ്ട്. ഒന്നില്ലേ ആരെങ്കിലും കുടുംബക്കാരായിരിക്കും അവള്, അല്ലെങ്കിൽ ഇവർ തമ്മിട്ട് എന്തോ നല്ലൊരു ബന്ധമുണ്ട്. അല്ലാണ്ട് ഈ കുട്ടിക്ക് അത് പറയുമ്പോൾ ഇങ്ങനെ മുഖം പാടില്ല. എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിട്ടായിരിക്കുള്ളൂ. എന്താണെന്ന് അറിയണമല്ലോ. ഇവളും പറഞ്ഞു അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആരും ഇല്ല, അവരൊക്കെ ഓസ്ട്രേലിയയിലാണെന്ന്.
ആ സ്ത്രീയും പറയണു എൻ്റെ മോള് പോയിട്ട് ഇത്രയായി എന്ന്. വിളിക്കലുമില്ല പറയലുമില്ല എന്നുള്ളത്. പക്ഷെ എന്താ കാര്യം എന്നറിയില്ല. അതാ ഈ കുട്ടി ആ കുട്ടിൻ്റെ ഫ്രണ്ട് ആയിരിക്കുമോ, ഇവരുടെ മോളുടെ ഫ്രണ്ട് ആയിരിക്കുമോ, രണ്ടാളും ഒരുമിച്ച് ഓടിപ്പോയതായിരിക്കുമോ? എനിക്ക് ഒരൊറ്റ പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അവര് വരട്ടെ. അതെ, നമുക്കൊന്ന് പുറത്തു പോയാലോ ഇപ്പൊ? ഇപ്പോഴോ? അത് പെട്ടെന്ന് അങ്ങനെ തോന്നല് എന്തു പറ്റി? ഒന്നുമില്ല, ഇന്ന് എന്തായാലും ലീവാണല്ലോ. പിന്നെ ബോറടിച്ചിട്ട് എത്ര നേരം വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല രസാ. ഒരുപാട് പേര് പോയി കാണുന്നുണ്ട്. നമുക്കൊന്ന് പോവാം, കുറെ ദിവസമായി വിചാരിക്കുന്നു. അതിനിപ്പോ എന്താ, പോവാലോ. നീ റെഡി ആയിക്കോ. എന്നാലും ഒരു 5 മിനിറ്റിൽ ഇറങ്ങാം. എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാനില്ല, മുടി ഒന്ന് സെറ്റ് ആക്കണം, അത്രേ ഉള്ളൂ. അമ്മേ, ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഇന്ന് അങ്ങനെ കാര്യമായിട്ട് എവിടെയും പോകാനൊന്നുമില്ല. എന്ത് പറ്റി? എന്നാ ഞങ്ങളേ ഇവിടെ അടുത്തൊരു വെള്ളച്ചാടല്ലേ, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. വെള്ളച്ചാട്ടം കാണാനാ? എന്നാ പിന്നെ ഞാനും വരാം മോനെ. ഞാനും വിചാരിക്കണം കുറെ ആയിട്ട് കാണണം കാണണം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. എന്നാ പിന്നെ അമ്മ സമയം കളയണ്ട, പെട്ടെന്ന് റെഡി ആവും, നമുക്ക് പോവാ. അല്ല മോനെ, ഒരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്ന്. ഞാൻ ഒരു ചേച്ചിന്റെ അടുത്ത് കുറച്ച് മാക്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ എനിക്ക് വേണ്ടി വരിക. അവർ വന്നു പോകട്ടെ, എന്നിട്ട് നമുക്ക് പോകട്ടാ. എന്നാ പിന്നെ അവര് വന്നു പോയിട്ടേ ഒരു 2 മണിക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോവാ. എന്നാ അങ്ങനെ പോകാം മോനെ. അതെന്താ അറിയോ, ഒരു പാവ സ്ത്രീയാ അന്നിതേ മാക്സ് വെക്കാൻ പോകുന്നുണ്ട്. അമ്മയപ്പനും വിളിച്ചൊരു 3-4 മാക്സ് എടുത്തേ. അവരിന്റെ എന്തെല്ലാം കഥകളാ. പാവം കുറേ പറഞ്ഞ് എൻ്റെ അടുത്ത് കരഞ്ഞു. എനിക്കിത് കേട്ട് വല്ലാത്തൊരു വിഷമമായി. അവരെ കഥ ഒരു വല്ലാത്തൊരു കഥയാ, പാവം. പിന്നെ ആ ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ് അത്ര. ഇപ്പൊ വരും വന്നാന്ന് എനിക്ക് കാണാം. അല്ല, ഒരു മോള് ആരിൻ്റെ കൂടെ ഇതാ ഒളിച്ചോടിപ്പോയി, നീ ഇപ്പൊ ആ കുട്ടിനെ കൊണ്ടുവന്ന പോലെ. അതെവിടെ മലപ്പുറത്താണ് അത്രേ, കൊയിലാണ്ടിയിലാണ് ഇവരുടെ വീട്. എനിക്ക് വയ്യ, അത് വല്ലാത്തൊരു വിഷമം അത് പറയുമ്പോൾ തന്നെ. എന്നിട്ട് ആ കുട്ടിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചാണ് അത്രേ, വീട് പണയം വെച്ചിട്ട്. ഇപ്പൊ ആ പെണ്ണ് പോയിട്ട് ഇപ്പൊ 4 മാസം 6 മാസമായി. വിളിക്കലുമില്ല പറയലുമില്ല ഒന്നുമില്ല അത്രേ. എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും. അതിന്റെ അച്ഛന് സുഖമില്ലാണ്ട് കിടക്കുക. ഇതുവരെ വരവുമില്ല പോക്കുമില്ല എന്ന്. പാവം തന്നെ, അവർക്ക് വല്ലാത്ത വിഷമം. അതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി. അപ്പം ഞാൻ എന്നിട്ട് അന്ന് മാക്സിമം എടുത്ത് ഇത്തിരി പൈസ കൂടുതലും കൊടുത്തു. അപ്പം ഇന്ന് വന്നാലേ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാ. അല്ലാണ്ട് ഇപ്പം എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല മാക്സി. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ആയില്ലേ മോനെ. അമ്മ പറയുന്നത് കേട്ടിട്ടേ ഏതാണ്ട് ഇവളെ കഥ പോലെ തന്നെ ഉണ്ടല്ലോ അമ്മേ. ഇവളുടെ അമ്മയ്ക്കും അച്ഛനും ഇവളെ വേണ്ട. അമ്മ പറഞ്ഞതിൽ ആ പെൺകുട്ടിക്ക് അമ്മേനും അച്ഛനും വേണ്ട. എന്തൊക്കെ ഈ ലോകം നടക്കുന്നതല്ലേ. അതന്നെ ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, അത് ആരിൻ്റെ കൂടെ പോയി. ഇവളിനെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, ഇവള് നിന്റെ കൂടെയും വന്നു. ഇവിടെ വന്നപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം? ഈ അമ്മ പറയണം നന്നായിരിക്കണമെന്ന്. ദൈവത്തിനറിയാം, പാവം. എടാ, നമ്മൾ മാത്രല്ല കേട്ടോ, അമ്മയും കൂടെ വരുന്നുണ്ട്. അമ്മയും വരുന്നുണ്ടോ? എന്നാ പിന്നെ വേഗം പോവാട്ടാ. അമ്മേനോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ടോ? നീ എന്തിനാ ഇത്ര തിരക്ക് കൂട്ടുന്നേ? നല്ല വെയില പുറത്ത്, അതൊക്കെ ഒന്ന് കുറയട്ടെ. പിന്നെ അമ്മ പറഞ്ഞു ആരോ വരാണ്ടെന്ന്. അവരും കൂടെ വന്ന് പോയിട്ട് നമുക്ക് പോവാ. എന്ത് ചെയ്യൂനി? ഞാൻ എങ്ങോട്ട് അവിടെ നിന്ന് പോകും? കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അമ്മയുടെ പോയി അറിയാണ്ടെങ്കിലും വന്നു പോകും, ഞാൻ സ്വന്തം മോളാണെന്ന്. ഇരുന്നേ, വേണ്ട ഞാൻ നിന്നോളാം. ഇരിക്കേ, ഞാനല്ലേ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇത്രയും നേരം വെയിലും കൊണ്ട് വന്നതല്ലേ. വേണ്ട, ഞാൻ ചായ കുടിച്ചിട്ടാ വന്നത്. 2-3 സ്ഥലങ്ങളിലേക്കും കൂടി പോകാനുണ്ട്. ചേച്ചി വിളിച്ച വേഗം ഇങ്ങോട്ട് വന്നതാ. ചേച്ചി മാക്സി ഇപ്പൊ എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ നിങ്ങളുടെ ഭർത്താവിന് എങ്ങനെയുണ്ട്? ഒരു മാറ്റമുണ്ടോ അസുഖത്തിനൊക്കെ? മൂപ്പർക്ക് ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. ഇനിയിപ്പോൾ നാളെ തുടങ്ങി ചെറിയ എന്തെങ്കിലും പണിക്ക് പോകണം മറ്റും നിൽക്കുക. അല്ല, ഞാൻ എന്താ അറിയോ എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾ അന്ന് പോയ പിന്നെ കുട്ടിക്കും മുഖത്തിന് വല്ലാത്തൊരു വാട്ടം. നിങ്ങളൊന്ന് കരഞ്ഞുകൊണ്ട് പോയി. നിങ്ങൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കുട്ടിനെ പരിചയമുണ്ടോ? കാരണം അതിൻ്റെ അച്ഛനും അമ്മനെയും കണ്ടിട്ടില്ലല്ലോ. അപ്പം അതിനൊരു വിഷമം. അതിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ഞങ്ങൾക്ക് വിഷമോ. ഞാൻ എൻ്റെ അമ്മനെ പോലെ നോക്കുന്നുണ്ട്. എത്രയായാലും അമ്മായിമ്മ തന്നെയല്ലേ, പെറ്റമ്മയൊന്നും ആവില്ലല്ലോ.
അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പരിചയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞങ്ങളോട്. അതോ നിങ്ങളുടെ മോളോടോ, മോളൊപ്പം പഠിച്ച കുട്ടിയാണോ അത്? അയ്യോ ഇല്ല, എനിക്ക് പരിചയമൊന്നുമില്ല. കണ്ടപ്പോ ഒരു വിഷമമായി, എൻ്റെ മോളെ പോലെ തോന്നി, അത്രേ ഉള്ളൂ. ആ, എന്താ ചെയ്യപ്പോ? അതിന്റെ അമ്മനെ ഇപ്പൊ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ ചെയ്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒരു വിവരവും ഇല്ല. എന്നാ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുക പറഞ്ഞ ആ കുട്ടിയോട്ട് വരുന്നുമില്ല. അപ്പൊ ഞാൻ ആകെപ്പാടെ ടെൻഷനിലായിപ്പോയി. എന്തെങ്കിലും ആവട്ടെ, എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ യോഗേ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ പുറത്തു പോകുന്ന കുട്ടികൾ എന്നെ വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാള് വരാനുണ്ട് മോനെ, ഞാൻ വിളിച്ചു വരുത്തിയതാണ്, അവര് വരട്ടെ, വന്ന ശേഷം പോകാന്നുള്ളത്. ഇപ്പൊ അവരൊക്കെ അതിന്റെ ഒരുക്കത്തിലായിരിക്കും. വെള്ളച്ചാട്ടം എന്തോ കാണാൻ പോകുകയാണത്രേ. പിന്നെ അവൾ എവിടെ പോകാന്ന് പറഞ്ഞാൽ അവൻ വേഗം അങ്ങ് കൊണ്ടുപോകും. ആരും ഇതിനൊരു മനസ്സിനൊരു വിഷം വരുത്തണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാനും അതിന് കൂട്ടു നിൽക്കും. മോൻ പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാനും പറ്റുന്ന എവിടെയാണെങ്കിൽ ഞാനും കൂടി അങ്ങ് പോകും. എന്താ വെള്ളം? എനിക്കല്ലേ മോളെ, അവർക്ക് കൊടുക്ക് വെള്ളം. നീ എങ്ങോട്ട് ഓടുന്ന് വെള്ളം കൊണ്ട് വെച്ചിട്ട്? ഇങ്ങോട്ട് വാ മോളെ. എന്നെ വിളിക്കുന്ന ആമ വന്നു. നീ എങ്ങോട്ട് അകത്ത് ഓടിപ്പോകുന്നു മോളെ? ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു വരുത്തിയത്. കാരണം ഇപ്പൊ നിങ്ങൾ രണ്ടാളുടെ ഒരേ അവസ്ഥയാ. അപ്പൊ അവരുടെ മോള് ഇത്രയായി പോയിട്ട് അവർക്ക് കാണാൻ വഴിയില്ല. അപ്പൊ നിന്റെ അമ്മയാണെങ്കിൽ തീരെ വരവില്ല പോക്കൂല ഒന്നുമില്ല. അപ്പൊ നിന്നെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, അവരെ കാണുമ്പോൾ നിനക്കും ഒരു സന്തോഷം. നിങ്ങൾ രണ്ടാളും ഒന്ന് പരിചയപ്പെടി നോക്കട്ടെ ഞാന്. അല്ല, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇപ്പൊ കരയാൻ മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ആണോ മോളെ? അമ്മയുടെ അടുത്ത് കരയാൻ മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ചേച്ചി, ഞാനൊന്ന് പോകട്ടെ, വേറെ കുറെ വീടുകളിൽ പോകാനുണ്ട്. നല്ല കാര്യമായി. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മാക്സി എടുക്കാതിരിക്കുക. ഞാൻ ഈ മാക്സിയൊക്കെ എടുത്തു. അല്ല, നീ എന്താ മോളെ മിണ്ടാതിരിക്കുന്നത്? സാധാരണ ഒരാൾ വീട്ടിൽ വന്ന് ഇങ്ങനെയല്ലോ, നല്ല സ്നേഹത്തിലാണല്ലോ അവരോടൊക്കെ പെരുമാറുക. നീ ഇവരോട് പേര് ചോദിക്കുക, അങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുക. നിങ്ങൾക്കറിയാം ഇവളുടെ പേരെന്താണെന്നുള്ളത്? ഇവളെ പേര് നീതു. പിന്നെ ഇവളുടെ അച്ഛനും അമ്മയും ഓസ്ട്രേലിയയിലാ അല്ലേ മോളെ? പിന്നെ ഇവളെ അച്ഛന് ഓസ്ട്രേലിയയിലെ വലിയ കമ്പനിയിലെ ജോലി. മോളെ കാണാനോ മോളെ വിവരങ്ങൾ അന്വേഷിക്കാനോ അങ്ങോട്ട് വരാനോ പോകാനോ ഒട്ടും ടൈമില്ല അല്ലേ മോളെ? അല്ല, ഞാൻ പറയുമ്പോഴൊക്കെ എന്തിനാ കരയുന്നത്? എന്റെ മരുമോളുടെ കാര്യമാണ് പറയുന്നത്, എടാ നിങ്ങളുടെ മോളെ കാര്യമല്ല. ചേച്ചി, ഞാൻ ഒന്ന് പോകട്ടെ, എനിക്ക് സമയമായി. അപ്പൊ നിങ്ങൾക്ക് പൈസ വേണ്ടേ? നീ എന്താ നോക്കി നിൽക്കുന്നത്? നിന്റെ അമ്മയ്ക്ക് പൈസ എടുത്തു കൊടുക്ക്. നിനക്കറിയില്ലേ ഒരു മാക്സിക്ക് എത്രയോ പൈസ എന്നുള്ളത്? ഇതൊക്കെ വിട്ടിട്ടല്ലേ നിന്നെ പഠിപ്പിച്ചത്? എന്തൊക്കെയാ അവളോട് പറയുന്നത്? ഞാനായിട്ട് പറയല്ലേ മോനെ, നിന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്. അവൾ നിന്റെ മുൻപിൽ തന്നെയല്ലേ ഉള്ളത്. ഇതാ അവളുടെ ഓസ്ട്രേലിയയിലെ അമ്മ വന്നിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ അമ്മയോ? എന്തൊക്കെയാണ് അമ്മ പറയുന്നത്? നീ എന്താ മിണ്ടാൻ നിൽക്കുന്നത്? വായു തുറന്നങ്ങ് പറഞ്ഞു കൊടുക്ക്. സ്വന്തം അമ്മയാണ് പറയാനുള്ള നാണക്കേടുകൊണ്ടാ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ഇരുന്ന് കരയുന്നു, ഇവളൊന്നും മിണ്ടുന്നുമില്ല. അത് നിങ്ങളുടെ മോൾ അല്ലെങ്കിൽ അല്ലാന്ന് പറയും. നിന്റെ അമ്മ അല്ലെങ്കിൽ നീ അല്ലാന്ന് പറയേ. പിന്നെ നിന്റെ നാടൻ കളിക്കാനുള്ള വീടല്ലാതെ നിന്റെ അമ്മയാണത്. ഞാൻ കുറെ സമയങ്ങളിൽ ചോദിക്കുന്നത്, മറുപടി പറയും. നിന്റെ നാവ് തടി ഇറങ്ങിപ്പോയോ? അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ? ഇരിക്കുന്ന നിന്റെ അമ്മയാണെങ്കിൽ അമ്മയാണെന്ന് പറ, അല്ലെങ്കിൽ മുഖത്തേക്ക് അല്ലാന്ന് പറ. നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ മനസ്സിലാവുക? എന്റെ അമ്മയെ ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചു തന്നെ. ഞങ്ങള് സാധാരണക്കാരാ. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചു. കല്യാണത്തിന് ശേഷം പറയാന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ എന്ത് വിചാരിക്കുന്ന ആലോചിച്ചിട്ട് കുടുംബക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ സാധാരണ വീട്ടിലൊരു പെണ്ണാന്ന് പറഞ്ഞ ആർക്കും തന്നെ ഒരു വിലയില്ലാണ്ടാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ വേണ്ട,
നീ രാജകൊട്ടാരത്തിലെ മഹാറാണിയാണ് പറയാ ഞങ്ങളുടെ കുടുംബക്കാരുടെ അടുത്തേക്കാ പോരെ. അപ്പൊ നിങ്ങൾക്ക് സമാധാനമായില്ലേ? പൈസ ഇല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് തള്ളി പറയല്ലേ, എന്റെ അമ്മയല്ലേ എന്റെ അച്ഛനും അല്ല അല്ലെ. നിന്നെയൊക്കെയാണല്ലോ ഇവർക്കൊക്കെയാണല്ലോ നിങ്ങൾ ജന്മം കൊടുത്തത്. നാണക്കേടാ പുറത്ത് പറയേ ഇങ്ങനത്തെ ഒരു പെണ്ണാണ് ഞങ്ങളുടെ മരുമോളായി വന്നത് എന്നുള്ളത്. ഇല്ല ഞങ്ങൾ പറഞ്ഞല്ലേ തീരുള്ളൂ. നീ ഒരു കാര്യം ചെയ്തോ, ഇന്നലെ നിന്റെ അമ്മയോടെ പോയിക്കോ, അതാ നല്ലത്. നിന്റെ അമ്മ അന്ന് ഇവിടെ തുണി വെക്കാൻ വന്നില്ലേ? നീ സ്വന്തം അമ്മനെ എന്റെ അമ്മയല്ല എനിക്ക് പരിചയമാണെന്നല്ലേ നീ പറഞ്ഞത്? നീയൊക്കെ ഒരു എന്ത് മോളാ നീയൊക്കെ. നിന്നെയൊക്കെ അവർ തന്നെ ജന്മം തന്ന ഒരാളല്ലേ ഇവിടെ വന്നത് നിന്റെ മുൻപിൽ. എന്തിനാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ മോളെ വളർത്തിയത്. അല്ല നിങ്ങൾ അവരുടെ അമ്മയല്ലേ? നിങ്ങൾ കുറച്ചും ഇതുണ്ടെങ്കിൽ എന്റെ മോളാണെന്നൊരു വാക്ക് ഞങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ മോളാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ അങ്ങനെ അയച്ചു വിടുന്നു പറഞ്ഞിട്ടാ? തെറ്റ് എന്റേതാണ്. നീ പറഞ്ഞ എല്ലാം ഞാൻ അതുപോലെ തന്നെ വിശ്വസിച്ചില്ലേ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചത്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീയേ നിന്റെ അമ്മേൻ്റെ കൂടെ വീട്ടിൽ പോയിക്കോ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. മോനെ ചേച്ചി, അവൾ എൻ്റെ കൂടെ വിടണ്ട. അവളിവിടെ സന്തോഷത്തിലിരുന്നോട്ടെ. അവൾ നല്ലൊരു കുട്ടിയാണ്. അവൾക്കൊരു തെറ്റ് പറ്റിയെന്നുള്ളത് ശരിയാ. അവളിവിടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് സമാധാനം. നീ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. എൻ്റെ മക്കളെ എല്ലാവരും രണ്ടാളെ ഒരുമിച്ച് കണ്ടപ്പോ. എൻ്റെ കൂടെ വിടണ്ട ചേച്ചി, അവളിവിടെ ഇരുന്നോട്ടെ. കേട്ടോ, ഇതാണ് അമ്മ. മാതൃസ്നേഹം തിരിച്ചറിയണം മക്കള്. അല്ലാത്തന്നെ മക്കള് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നീ നന്നായി ഇരുന്നോട്ടെ, തിരിച്ചയക്കേണ്ട ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വരില്ല എന്നല്ലേ അവര് പറഞ്ഞത്. അവര് മനസ്സിൽ സ്നേഹം നോക്ക്. പിന്നെ നിങ്ങളുടെ മോളെ എൻ്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ, അവരോട് ഒളിച്ചോടി വന്നതല്ലേ. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ നിങ്ങളുടെ മോളെ കൂട്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. എന്നിട്ട് അവളുടെ സ്വന്തം അച്ഛൻ്റെ അമ്മൻ്റെ സമ്മതത്തോടു കൂടി എൻ്റെ മോൻ്റെ കയ്യിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മോളെ ഏൽപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഇങ്ങനെ ഓസ്ട്രേലിയക്കാരിയായിട്ട് കള്ളത്തരം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലിരിക്കും? പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മൻ്റെ സമ്മതത്തോടു കൂടി നീ ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്കും സമാധാനം, അവൾക്കൊരു സമാധാനം, ഞങ്ങൾക്കും സമാധാനം. പിന്നെ ഈ കള്ളത്തരവും പറഞ്ഞിട്ട് എത്ര കാലം പെൺകുട്ടി ഞങ്ങളോട് പിടിച്ചിരുത്തും? മോളെ നീ പോയിക്കോ അമ്മൻ്റെ കൂടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. മോൻ എന്താ പറയുന്നത്? ഇവൾ ഇത്രയും കാലം പറഞ്ഞ നോണയൊക്കെ സത്യാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ എൻ്റെ കൂടെ കൊണ്ടുവന്നത്. അമ്മ പറഞ്ഞ പോലെ തന്നെ അവൾ അവളുടെ അമ്മേൻ്റെ കൂടെ പോയിക്കോട്ടമ്മേ. എന്നിട്ട് നീയേ നിന്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും മോളായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാണ്ട് ഇവിടെ നുണ പറഞ്ഞു വന്നിക്കാനായിട്ടാണെങ്കിൽ വരണ്ട.